കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പ്രതികരിച്ച് കെ സുധാകരൻ മത്സരിക്കും എന്ന് ആവർത്തിച്ചായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. മത്സരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ അവസാന നിമിഷം ഉണ്ടോ? 110% ഉണ്ട്. അതിലെന്താ മത്സരിക്കും? ഓ, ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഇനി മറിച്ചെന്തെങ്കിലും ആലോചന KPCCക്ക് ഉണ്ടെങ്കിൽ അതല്ല ഇതാണ് നിലപാടെന്ന് ഓർമ്മപ്പെടുത്തുകയാണോ ഈ പ്രതികരണം? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം അതിനെ കരുതാൻ. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റിയും എത്താം ആളുകളുടെ ഒരു പേര് വിവരമൊന്നും സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് കെ സുധാകരൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞു തന്നെയാണ് താൻ മത്സരരംഗത്തുണ്ടാവും. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അത് വ്യക്തമാകാൻ വീണ്ടും ചോദിച്ചപ്പോൾ അത് വളരെ ഉറപ്പോടെ തന്നെ പറയുന്നു. കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകും, മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്ന കെ സുധാകരനെയാണെന്ന് നമ്മൾ കണ്ടത്. എന്തായാലും KPCC എങ്ങനെയാണ് നേതൃത്വം ഇത് സംബന്ധിച്ച് എന്ത് പ്രതികരണം നടത്തുക എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. എന്തായാലും കണ്ണൂരിൽ കെ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ഒരാളായിരിക്കും കെ സുധാകരൻ ഇല്ലെങ്കിൽ ഈ മത്സരരംഗത്തുണ്ടാകുക എന്നൊക്കെ പറയുന്നതൊക്കെ അതിനെല്ലാം മറികടന്നുകൊണ്ട് എല്ലാത്തിനും ഒറ്റവാക്കിൽ ഉത്തരം നൽകിക്കൊണ്ടാണ് താൻ തന്നെ മത്സരരംഗത്തുണ്ടാകുന്ന ഈ ഘട്ടത്തിൽ കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാവിയിൽ ഇതിൽ മാറ്റം ഉണ്ടാകുമെന്ന് അറിയില്ല. എങ്കിലും ഈ ഘട്ടത്തിൽ കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി, ICCയുടെ ഈ നിബന്ധനകളൊക്കെ മറികടന്ന് വൈകാരിക പ്രകടനങ്ങളിലേക്ക് പലരും ഇതിനോടകം പോകുന്നുണ്ട്. മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ പേരുകാരനായി സുധാകരൻ മാറുകയാണ്.